വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ 6 മുതൽ 10 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 11. അവജാനന്ദേ മാമൂഢാഃ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. അന്വയം: ഭൂതമഹേശ്വരം മമ പരം ഭാവം അജാനന്ദഃ മൂഢാഃ മാനുഷീം തനും ആശ്രിതം മാം അവജാനന്തി. അതായത്, സകല ചരാചരങ്ങളുടെയും മഹേശ്വരനായ എൻ്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാൻ കഴിയാത്ത മൂഢന്മാർ മനുഷ്യദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നവനാണ് ഞാനെന്ന് കരുതി എന്നെ അവഗണിക്കുന്നു. ശ്ലോകം 12. മോഘാശാമോഘകർമാണോ മോഘജ്ഞാനാവിചേതസ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ. അന്വയം: മോഘാശാഃ മോഹകർമാണഃ മോഘജ്ഞാനാഃ വിചേതസഃ രാക്ഷസീം ആസുരീം മോഹിനീം ച പ്രകൃതിം ഏവ ശ്രിതാഃ. അതായത്, വ്യർത്ഥമായ ആശയുള്ളവരും പാഴ്വേല ചെയ്യുന്നവരും നിഷ്ഫലമായ അറിവുള്ളവരുമായ അവിവേകികൾ രാക്ഷസർക്കും അസുരർക്കും ചേരുന്ന, അതായത് തമോ ഗുണപ്രധാനവും രജോ ഗുണപ്രധാനവുമായ മോഹകരവുമായ സ്വഭാവത്തെ തന്നെ ആശ്രയിച്ചവരത്രേ. ഛേദിക്കുക, ഭേദിക്കുക, കുടിക്കുക, ഭക്ഷിക്കുക, അന്യൻ്റെ ധനം അപഹരിക്കുക എന്നിങ്ങനെയുള്ള സ്വഭാവമുള്ളവരും ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ് ഈ അവിവേകികളെന്ന് ശാങ്കരഭാഷ്യം. ശ്ലോകം 13. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ ഭജന്ത്യനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. അന്വയം: പാർത്ഥ, മഹാത്മാനഃ തു ദൈവീം പ്രകൃതിം ആശ്രിതാഃ മാം അവ്യയം ഭൂതാദിം ജ്ഞാത്വാ അനന്യമനസഃ ഭജന്തി. അതായത്, അല്ലയോ അർജുന, രാഗദ്വേഷാദികൾ വെടിഞ്ഞ് അന്ധക്കരണ ശുദ്ധി നേടിയിട്ടുള്ള മഹാത്മാക്കൾ ദൈവിയായ സ്വഭാവത്തെ, അതായത് ശമം, ദമം, ദയ, ശ്രദ്ധ മുതലായ ലക്ഷണങ്ങളോട് കൂടിയ സ്വഭാവത്തെ ആശ്രയിച്ച് സർവഭൂതങ്ങൾക്കും ആദികാരണമാണ് ഞാനെന്നറിഞ്ഞിട്ട് എന്നെ അന്യചിന്ത കൂടാതെ ഏകാഗ്രതയോടെ ഭജിക്കുന്നു. ശ്ലോകം 14. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. അന്വയം: സതതം മാം കീർത്തയന്തഃ ദൃഢവ്രതാഃ യദന്തഃ ച നിത്യയുക്താഃ നമസ്യന്തഃ ച മാം ഭക്ത്യാ ഉപാസതേ. അതായത്, മുമ്പ് പറഞ്ഞ മഹാത്മാക്കൾ എപ്പോഴും എന്നെ കീർത്തിക്കുന്നവരായും ആധ്യാത്മിക കാര്യങ്ങളിൽ ഉറച്ച നിഷ്ഠയുള്ളവരായും പ്രയത്നശാലികളായും നമസ്കരിക്കുന്നവരായും സദാ പരമാത്മചിന്തയുള്ളവരായും എന്നെ ഭക്തിയോടെ ഉപാസിക്കുന്നു. ശ്ലോകം 15. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. അന്വയം: അപി ച അന്യേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ ജ്ഞാനയജ്ഞേന യജന്തഃ വിശ്വതോമുഖം മാം ഉപാസതേ. അതായത്, കൂടാതെ മറ്റു ചിലർ ഏകഭാവത്തിലും ഭേദഭാവനയോടെ അനേകഭാവത്തിലും ജ്ഞാനയജ്ഞത്താൽ പൂജിക്കുന്നവരായിട്ട് സർവാത്മകനായിരിക്കുന്ന എന്നെ ഉപാസിക്കുന്നു. ഭഗവത് വിഷയമായ ജ്ഞാനം തന്നെയാണ് യജ്ഞമെന്ന് ശങ്കര ഭഗവത് പാദർ പറഞ്ഞിരിക്കുന്നു. ആ ജ്ഞാനം തന്നെ പലവിധം. നിത്യസത്യമായ വസ്തു ഒന്നേയുള്ളൂ എന്ന ദർശനത്തോടുകൂടി ചിലർ ഏകഭാവത്തിൽ ഉപാസിക്കുന്നു. ഇനി പൃഥക് ഭാവത്തിൽ പരമാത്മാവ് തന്നെയാണ് ശരീരം പ്രതി പ്രകടമാകുന്നതെന്ന ദർശനത്തോടെ
മറ്റു ചിലർ ഉപാസിക്കുന്നു. ജ്ഞാനോപാസകർ ഏകത്വത്തെയും നാനാത്വത്തെയും പരമാത്മാവായി ദർശിച്ച് പല വിധത്തിൽ ഉപാസിക്കുന്നു എന്ന് സാരം. ഭഗവാൻ തുടർന്ന് വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.